ഈ നഗരത്തിനിതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ആ മാഷോ, ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ യോഗാചാര്യൻ. ഇദ്ദേഹത്തിന്റെ മക്കളാണ് ഒരു രണ്ടുപേരും. ഇവരാണ് നിങ്ങൾക്ക് നാളെ തൊട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആ ഇതാര്? ജമാല. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ യൂസഫലിയുടെ മകനാ. ആണോ? മൗലവിയായിട്ട് നേരത്തെ പരിചയമുണ്ട്. പല വിശേഷ കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്. പരിചയപ്പെട്ടതിൽ സന്തോഷം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവരെല്ലാ ദിവസവും ക്ലാസ്സിൽ എത്തിച്ചേരുന്നതാണ്. ഇന്ന് തന്നെ പോണോ? ഒരു ദിവസം നിന്നിട്ട് പോയാൽ പോരെ? പിന്നെ ഒരിക്കലാവാം. അവിടെയും ക്ലാസ് എടുക്കാനുള്ളതല്ലേ. ശരി എന്നാ. ശരി ശരി ശരി, നാളെ കാണാം. ശരി. എന്തായി പോയി കാര്യം? ഓ, അത് ശരിയായി. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചത് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പ്രണവം ജീവമന്ത്രാമൃതം പ്രണയം പ്രാണനരുളും വരം ഗഗനം സൂര്യപ്രഭാമയം ഭുവനം ഹരിതാതനീകുഞ്ജം. പഞ്ചഭൂതാകാരം നവരസസന്നിഭം രാഗമരന്തം ഹൃദന്തം സുഗന്ധം. പഞ്ചഭൂതാകാരം നവരസസന്നിഭം രാഗമരന്തം ഹൃദന്തം സുഗന്ധം. ധ്യാനലീനകർമ്മം പുണ്യഹർഷധർമ്മം യോഗസമർപ്പിതം നവജന്മനായകം പ്രണവം ജീവമന്ത്രാമൃതം. പ്രപഞ്ചാത്മസഞ്ചാരം സപ്തസ്വരാധാരം നിറഭേദജാലം രമ്യം ജഗദം. പ്രപഞ്ചാത്മസഞ്ചാരം സപ്ത
സപ്തസ്വരാധാരം നിറഭേദജാലം രമ്യം ജഗദം വേദസാര സർവം മോദമോക്ഷസാന്ദ്രം യോഗസമർപ്പിതം അനുഭൂതിദായകം പ്രണവം ജീവമന്ത്രാമൃതം പ്രണയം പ്രാണനരുളും വരം ഗഗനം സൂര്യപ്രഭാമയം ഭുവനം ഹരിതാഭനീകുഞ്ജം ഈശ്വര രക്ഷിക്കണേ. അച്ഛനിത് എവിടെ പോയതാ? ഞാൻ പ്രസ് വരെ പോയതാണ് മോളെ. എന്നിട്ട് പുസ്തകം അച്ചടിച്ചു കഴിഞ്ഞോ? എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പൈസ കൂടി കൊടുത്താൽ ബുക്കുകൾ കിട്ടും. പ്രസിൽ കൊടുക്കാനുള്ള പൈസ കൃഷ്ണേട്ട് തന്നിട്ടുണ്ട്. പുസ്തകം നന്നായിട്ടുണ്ടെന്ന് പ്രസ്സിലെ പിള്ളേര് പറഞ്ഞു. അപ്പൊ പുസ്തകം നാളെ കിട്ടുമല്ലേ? നാളെ തന്നെ കിട്ടും. അവനെവിടെ പോയതാ? ആരൊക്കെയോ കാണാൻ പോയതാ. ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ട് വേണം അവന്റെ കാര്യത്തിലൊരു തീരുമാനത്തിലെത്താൻ. ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഞാനും പലതവണ സൂചിപ്പിച്ചതാ. ഇനി എന്തായാലും വൈകിക്കണ്ട. എത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണം. ഇവരവന് മുറപ്പെണ്ണല്ലേ? അവന് ഇഷ്ടമാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് നോക്കി നടന്ന് സമയം കളയേണ്ട കാര്യമുണ്ടോ? അത് ശരിയാ പറഞ്ഞത്. പക്ഷേ അവനതിന് സമ്മതിക്കുവോ? നിങ്ങൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? അവൻ വരട്ടെ, എന്നിട്ട് അവനോട് ചോദിക്കാം. അമ്മേ രക്ഷിക്കണേ. വിജയ, നിന്നോടൊരു കാര്യം പറയാനുണ്ട് അമ്മായിക്ക്. എന്താണമ്മായി? നീയൊന്നും മിണ്ടാതിരിക്കെ. അവൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് പറഞ്ഞാ പോരെ? നീ പോയി കുളിച്ചിട്ട് വാ. എന്നാ ശരി, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. നീ എന്താ ഒട്ടും സമയവും സന്ദർഭവും നോക്കാണ്ട് സംസാരിക്കുന്നു? നിങ്ങളൊന്ന് പോ മനുഷ്യ. എന്ത് എടി, കൃഷ്ണേട്ടന് നമ്മളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവോ? എനിക്കെങ്ങനെ അറിയാം? ഇനി അഥവാ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. എന്തോ വലുതും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, അത് ഞാനായിരിക്കുന്നു. ഓ, അത്ര വലിയ കണ്ണുപൊട്ടണോന്നല്ല കൃഷ്ണേട്ടൻ. ഓ, എന്നാ പിന്നെ നീയായിരിക്കും. അതിലെന്താ ഒരു സംശയം? പെണ്ണിന്റെ പൂതി കൊള്ളാം. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അക്കാരെടുത്തേ. കൃഷ്ണ, ആ. ഇന്ന് നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. എന്ത് കാര്യത്തില്? ഇനിത് വൈകിച്ചാൽ ശരിയാവില്ല. നീ മുടക്കൊന്നും പറയരുത്. ആദ്യം പുസ്തകം അറിയാൻ കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. ഇവര് രണ്ടുപേരും നിനക്ക് മുറപ്പെണ്ണുങ്ങളാണ്. ഇവരാരും ഇഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇവരൊക്കെ എന്റെ മുറപ്പെണ്ണുങ്ങളാണെങ്കിലും ഇവരൊക്കെ എന്നും എന്റെ കുഞ്ഞനുജിത്തിമാരാണ്. നിങ്ങളും എന്നെ അങ്ങനെ കാണാം. നിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ മോനെ? എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളില്ല. നമുക്കങ്ങനെ എവിടുന്ന നേരം. ഏതായാലും നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. എല്ലാം ദേവിയുടെ അനുഗ്രഹം. ആദ്യത്തെ കോപ്പി അമ്മായിക്കിനിരിക്കട്ടെ.
ആരെ കൊണ്ട് ജയിക്കാനാ പ്ലാൻ? മന്ത്രി MLA ആരെങ്കിലൊക്കെ ഉണ്ടാകും. എത്ര രൂപയാണ്? 200. ശരി. ആ ശരി. ആ പിടിച്ചേ. പ്രകാശനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റോ ഡൊമിനിക് അച്ഛനോ യൂസുഫ് മരിയോന്റെ മതി. മതി. നമ്മുടെ നാട്ടുകാരും. അതെ അതെ അത് മതി. ഞാൻ ജമാലിനെ വിളിക്കട്ടെ. വാ എന്തെങ്കിലും കുടിക്കാം. വാ. ഹലോ. ആ പറയൂ വിജയ. ആണോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് വരാം. ഞാൻ വൈകിട്ട് വരാം. എന്താ പോരെ? ഓക്കെ. മാവിലെ മാങ്ങ മുഴുവനും കാക്ക തന്നെ തിന്ന് തീർത്തു. അവറ്റകളും തിന്നട്ടടി. എന്നാലും ഉണ്ടോ ഇങ്ങനെ ഒരു തീറ്റ? പിന്നെ നിങ്ങൾക്ക് ബിരിയാണി വെച്ചു കൊടുക്ക്. അല്ല പിന്നെ ഉമ്മറേ. അംസോ നീ പറമ്പ് നനയ്ക്കാൻ പോവാ. എപ്പോ ചോദിച്ചാലും ഇവൻ എങ്ങനെ തന്നെയാണ് പറയും. എന്നാ പോയി നനക്ക്. നേരത്തിനും കാലത്തിനും അവറ്റങ്ങൾക്കും കൊടുക്ക് കുറച്ച് വെള്ളം. ഇവൻ നനയ്ക്കും. ഇവനീ ഉടായിപ്പിന്റെ ഉസ്താദല്ലേ? ഉടായിപ്പിന്റെ ഉപ്പ. പൊടാ ആറാം പോടാ. നിനക്കാൻ വെച്ചിട്ടുണ്ട പന്നി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുബ്ഹാനല്ലാഹ്. എന്താ ബക്കറെ സുഖല്ലേ? അൽഹംദുലില്ലാ. വാ അകത്തോട്ടിരിക്കാം. ഇങ്ങോട്ടിരിക്കാം. എന്നാ പിന്നെ ഞമ്മളാ പള്ളിത്താനത്ത് പോയിട്ട് വാടക മേടിച്ചു വരാം. നീ പോയിട്ട് വാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ലാ എന്തൊരു ചൂടപ്പാ. ഷുക്കൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ജമാലേ സുൽഫത്തിനോട് പോയി വെള്ളം എടുത്തോണ്ട് വരാൻ പറ. ശരിയപ്പാ. നന്ദിയുണ്ട് ഉസ്താദെ. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോടും ഈ കുടുംബത്തിനോടും. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ആ മരുഭൂമിയിൽ ഒതുങ്ങുമായിരുന്നു. ശമ്പളവുമില്ല, നേരത്തിന് ഭക്ഷണവും ഇല്ല, പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാലും സാരമില്ലായിരുന്നു. നാട്ടിലേക്കൊന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിന് പോലും സമ്മതിച്ചിരുന്നില്ല അവർ. കഴിഞ്ഞത് പോട്ടെ, ഇനി അതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട. ഒന്നും സംഭവിക്കാതെ നാട്ടിലെത്തിയില്ലേ, അതിന് അള്ളാഹുവിനോട് നന്ദി പറയുക. ജമീല, നീ പോയി ഫാത്തിമാനെ വിളിച്ചിട്ടുണ്ടോ? അന്നാ പോട്ടെ ഉസ്താദെ.
ഫസലേ, ഓ ഇവരെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. വേണ്ട ഉസ്താദെ, ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളൂ. എന്നാ പോയിക്കോ. കുറെ നാളായില്ലേ കെട്ടിയോളെ മോനെ കണ്ടിട്ട്. ഇനി കുറച്ചു ദിവസം അവരൊപ്പം ചെലവഴിക്ക്. ഉം. ജോലി ഉദ്ദേശിച്ച് നീ തലമുണ്ടാക്കണ്ട. നിനക്ക് സൗകര്യം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാ, ജോലി റെഡിയാക്കാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. ആ. ജമാലെ, അവർക്ക് വല്ലതും കൊടുത്താ? 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൊച്ചിനും ഫാത്തിമയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വിജയന്റെ പുസ്തക പ്രകാശനം അതടുത്ത ആഴ്ച നടക്കും. നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ മോൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയെന്ന്? അറിഞ്ഞു. അയ്യോ, എന്നിട്ടെന്താ നിങ്ങൾ എങ്ങനെ ഇരിക്കണത്? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്ത് ചെയ്യാൻ? എവിടെ പോയി ചെയ്യാൻ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ തന്നെ വരും. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇവിടെ തന്നെ വരും. ആരാ? ഞാൻ വേണു. ഇതെന്റെ ഭാര്യയാ. എന്താ വേണ്ട? ഞങ്ങൾക്ക് ഒരേ ഒരു മകളാ. നിങ്ങളുടെ മകന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്കൊരു മകളേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരിച്ചു വേണം. തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോകും. നിങ്ങൾ ധൈര്യമായിരിക്കൂ, വഴിയുണ്ടാക്കാം. എന്റെ മോന്റെ കൂടെയാണ് പോയതെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളെ മോളെ വീട്ടിലെത്തിച്ചിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. എന്നാൽ എന്ത് കടുങ്കൈയാണ് ചെയ്തത്? നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും മനുഷ്യ. നീ കണ്ണൂരിട്ടൊന്നും പേടിപ്പിക്കണ്ട, ഞാൻ നോക്കിയിട്ട് വരാം.